എൻ്റെ പേര് ആരോൺ എസ് ഗബ്രിയലാണ്. ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ ഇവിടെ ഓഷ്യൻ ആർട്ട് സ്കൂളിൽ ഡ്രോയിങ് ക്ലാസ്സിന് ഞാൻ സ്ഥിരമായി വരുന്നു. ഇത് ഞാൻ ആദ്യമായി വന്നപ്പോൾ എൻ്റെ ആദ്യമായി വരച്ച ചിത്രമാണ്. ഇതിലൊരു നീല തിമിംഗലമാണെങ്കിൽ മുകളിലോട്ട് പൊങ്ങി ശ്വാസം അടിക്കാൻ വേണ്ടിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പടമാണെങ്കിൽ ഞാൻ ഓയിൽ പേസ്റ്റ് വെച്ചാണ് വരച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ സാറ് കൂടുതൽ നേരം എൻ്റെ അടുത്ത് ചെലവഴിച്ച്. അടുത്ത ചിത്രത്തിലാണെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ പോയി ഒരു മീൻ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. ഈ വരയ്ക്കാൻ എന്നെ പഠിപ്പിച്ച ഓഷ്യൻ ആർട്ട് സ്കൂളിൻ്റെ പേരാണ് ഞാൻ ഇവിടെ എഴുതിയത്. അതിൻ്റെ പുറകിലെ തന്നെ ഒരു ചരക്ക് കടത്തിക്കൊണ്ട് പോകുന്ന കപ്പലിനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് വരയ്ക്കാനുള്ള ഉദ്ദേശം ആ സമയത്ത് പത്രത്തിലും വാർത്തകളിലും ഒക്കെ വന്ന ഒരു ന്യൂസാണ്. ചരക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കപ്പലാണെങ്കിൽ കടലിൽ വീണ് കടൽ പൊല്യൂഷനായി പോയതാണ് ഓർത്തുകൊണ്ടാണ് ഞാനിത് വരച്ചു വച്ചിരിക്കുന്നത്. ഇത് പൂന്ത്ര എന്ന ഗ്രാമത്തിലെ ഒരു അമ്മച്ചിയുടെ ദൃശ്യമാണ്. എൻ്റെ കുടുംബത്തിലും പൂന്ത്രയിലെ എല്ലാവരുടെ കുടുംബത്തിലും സാധാരണയായി മത്സ്യത്തൊഴിലാളികളായ അമ്മച്ചിമാരൊക്കെ കാണാൻ പറ്റും. ഇത് വഴിയോരത്ത് ഒരു അമ്മച്ചി നിന്ന് മീൻ വിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ വരച്ചു വച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കുറേ മീൻ വിറ്റ് ക്ഷീണിതയായ ഒരമ്മച്ചിയുടെ ചിത്രമാണ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അടുത്തതായി കരയിൽ മീനുമായി നടന്നു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ വരയ്ക്കാൻ ഉപയോഗിച്ചത് ഓയിൽ പേസ്റ്റും പെൻസിൽ കളറുമാണ് ഞാൻ വരച്ചത്. പിന്നെ ഇതിൽ ഈ കല്ല് വരയ്ക്കാൻ സാർ എന്നെ വളരെ നല്ലോണം സഹായിച്ചു. ഒരു ശാന്തമായ കടലിൻ്റെ ചിത്രമാണ്. പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു വള്ളത്തിൻ്റെ ചിത്രം നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് ഒരു കൂട്ടം മത്സ്യങ്ങൾ ചൂരമീൻ കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ്. ഈ മത്സ്യങ്ങൾ ഫുഡിന് തേടിയാണ് പോകുന്നത്. ഇത് ഞാനൊരു ഡോക്യുമെൻ്ററി കണ്ട് ആണ് ഇത് വരയ്ക്കാനുള്ള ഐഡിയ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത്. ഇത് വരയ്ക്കാനാണെങ്കിൽ തോമസ് സാർ എന്നെ വളരെ സഹായിച്ചു. ഇത് ഞാൻ 3-4 ദിവസം എടുത്താണ് വരച്ചത്. ഇത് എനിക്ക് വരച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തന്നെയാണിത്. പിന്നെ ഇത് 3-4 ദിവസം വെച്ച് വരച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനാൽ ക്ഷമ ഉണ്ടെന്ന് മനസ്സിലായി. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി.